ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സാണ്. ഇന്നാണ് തുടങ്ങുന്നത് നമ്മുടെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഒരു സിംഗിൾ ഷോട്ടിലാണ് നമ്മൾ അത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റും ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയ ആണ്. അപ്പം ഈ ഒരു ഷീറ്റിലെ കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് 1 AMU എന്താണ്? ഒരു AMU എന്ന് പറയുന്നത് 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റത്തിനെ പറയുന്ന പേരാണ് ഒരു AMU എന്ന് പറയുന്നത്. അപ്പം ആ മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. ഈ ഒരു മാസിനെ എനർജി ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അത് എനർജിയുടെ യൂണിറ്റാണ്. ഇനി അത് ജൂളിലാണെങ്കിൽ 1.5 ഇൻറ്റു 10⁻⁻10 ജൂൾ എന്ന് കിട്ടും. ഒരു AMUനെ നമ്മൾ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ. ഇനി ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂട്രൽ ആറ്റത്തിനോ ഈക്വലാണ് എന്തെന്ന് പറയുന്നത് ഇസഡ്, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. പ്രോട്ടോണിനെ ന്യൂട്രോണിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസ് അതായത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോൺസിനെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി നമ്മുടെ എന്ത് കിട്ടാൻ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടാൻ. ഇനി അടുത്തൊരു റിലേഷനാണ്, കുറച്ച് റിലേഷൻസാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഡിയസിൻ്റെ റിലേഷനാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. R = R0 ഇൻറ്റു A⁻1/3. ഇതിൽ A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. R0 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. 1.2 ഫെർമി ആണ്, അതായത് 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ ആണ്. A എന്ന് പറയുന്ന മാസ് നമ്പറാണ്. അപ്പോൾ റേഡിയസ് = 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ ഇൻറ്റു A⁻1/3. അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയയാണ്. ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻2/3 ആണ്. ആൻഡ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ആണ്. ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി മാസ് ഡിഫക്റ്റ് എന്താണ്? അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാസ് ഡിഫക്റ്റിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ΔM എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ΔM എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയോൺസിൽ നിന്ന് മാസ് ഓഫ് ന്യൂക്ലിയസ് കുറയ്ക്കുന്നതാണ്. അതായത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്നത്. പക്ഷേ അവരുടെ ടോട്ടൽ മാസ് നമുക്ക് കൂട്ടി നോക്കിയിട്ട് ന്യൂക്ലിയസിൻ്റെ മാസ് ഒരു കമ്പയർ ചെയ്യുമ്പം ഈ ന്യൂക്ലിയോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നിൽക്കുകയാണ്. എത്ര കൂടുതലാണ് അതാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Z/MB പ്ലസ് A - Z/Mn മൈനസ് മാസ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ M-A/A എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്, A എന്ന് പറയുന്നത് മാസ് നമ്പറുമാണ്. ഇനി എന്താണ് ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഈ മാസ് ഡിഫക്റ്റ് എനർജി ഫോമിലുള്ള മാസ് ഡിഫക്റ്റ് എനർജിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ആ ഒരു എനർജീനെ പറയുന്നവരാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജി, ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജി, അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിനെ നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതിപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ΔM × C² ആണ്. അതായത് ΔM × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതിൽ ΔM എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ അത് AMUലായിരിക്കണം അത് മാസ് എന്ന് പറയുന്നത് എഴുതേണ്ടത്. അപ്പം ΔMൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ പഠിച്ചു. Z/MB പ്ലസ് A - Z/Mn മൈനസ് മാസ് ന്യൂക്ലിയസ് ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മാസ് ഓഫ് പ്രോട്ടോൺ നമ്മൾ AMUലാണെങ്കിൽ 1.007 ആണ് AMU ആണ്. AMU നമ്മൾ U എന്ന് അറിയപ്പെടുന്നു, യൂണിഫൈഡ് മാസ് എന്നും അറിയപ്പെടുന്നു.
ഇനി മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.008 AMU ആണ് മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇനി മാസ് ഓഫ് ന്യൂക്ലിയസ്. ഈ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഡറൈവ് ചെയ്തെടുത്തത്, ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ മാസ് ഓഫ് ന്യൂക്ലിയസ് ഇസിക്കൽ ടു Z ഇൻറ്റു MB പ്ലസ് A മൈനസ് Z ഇൻറ്റു MN മൈനസ് ബൈൻഡിങ് എനർജി ബൈ C² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെൽറ്റ എമ്മിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ Δm/A, അതാണ് എന്തെന്ന് പറയുന്നത് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ബൈൻഡിങ് എനർജി പെർ എനെ പറയുന്ന പേരാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പറിനെയാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. Δm/A പറയുന്നവരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനി കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A-4/A ഇൻറ്റു ബൈൻഡിങ് എനർജി, അതൊരു ഇക്വേഷനാണ്. ഇനി ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ബൈൻഡിങ് എനർജി പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോ. അപ്പം ബൈൻഡിങ് എനർജി പോസിറ്റീവ് എന്ന് വെച്ചാൽ എക്സോതെർമിക് ആണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ഷൻ ആണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഇനി ബൈൻഡിങ് എനർജി നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി ഇസിക്കൽ ടു എനർജി റിയാക്ടൻ മൈനസ് എനർജി പ്രോഡക്റ്റ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഇലക്ട്രോൺ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ -1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. വെറുതെ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോട്ടോൺ നമ്മൾ ഹൈഡ്രജൻ 11 H11 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പ്രോട്ടോണിന്. ഇനി പോസിട്രോൺ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പ്ലസ് ബീറ്റ അല്ലെങ്കിൽ E+10 എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം പോസിട്രോണും ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. He24 അതാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഹീലിയം എന്ന് പറയുന്ന ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾ, അതായത് He2+, അതായത് 2 ഇലക്ട്രോൺസിനെ കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ന്യൂട്രോൺസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് N01 കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ന്യൂട്രിനോനെ ഇങ്ങനെ ഒരു ഇലക്ട്രോണാണ് ന്യൂട്രിനോ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ആൻറ്റി ന്യൂട്രിനോനെ ഇങ്ങനെ ഒരു ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പവർ ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പം പവർ ഈസിക്കൽ ടു N ഇൻറ്റു E/T ആണ്. E എന്ന് പറയുന്ന എനർജി, T ടൈം ആണ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫിഷൻസ് ആണ് അതെന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് N/T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫിഷൻസ് പെർ ടൈമിനെയാണ് അതെന്തെന്നറിയപ്പെടുന്നത് N/T എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് ക്രിട്ടിക്കൽ ഫാക്ടർ K എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ ഫാക്ടർ K എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂട്രോൺ ബൈ റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺ ആണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സിന് നമ്മൾ ന്യൂട്രോൺ റീപ്രൊഡക്ഷൻ ഫാക്ടർ എന്ന് അറിയപ്പെടുന്നു. Kയുടെ വാല്യൂ 1 ആണെങ്കിൽ അതൊരു കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആയിരിക്കും. Kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആക്സലറേറ്റഡ് ചെയിൻ റിയാക്ഷൻ ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ ചെയിൻ റിയാക്ഷൻ ഡീസലറേറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവാറ എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഒരു ബെക്കറൽ എന്ന് പറയുന്നത് ഒരു ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. പിന്നെ ഒരു ക്യൂറി എന്ന് പറയുന്നത് 3.7 × 10⁻10 ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എന്താണ് ഒരു ബെക്കറൽ എന്ന് പറയുന്നത് ഒരു ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഒരു ക്യൂറി എന്ന് പറയുന്നത് 3.7 × 10⁻10 ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഒരു റൂദർഫോർഡ് എന്ന് പറയുന്നത് 10⁻6 ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എന്താണ് ഒരു ബെക്കറൽ എന്ന് പറയുന്നത് ഒരു ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഒരു ക്യൂറി എന്ന് പറയുന്നത് 3.7 × 10⁻10 ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഒരു റൂദർഫോർഡ് എന്ന് പറയുന്നത് 10⁻6 ഡിസെൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു എലമെൻറ്റ് തന്നിരിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് Z ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, A ആണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ഇനി ഒരു ബീറ്റ പാർട്ടിക്കിൾ, അതായത് മൈനസ് ബീറ്റ, അതായത് ഇലക്ട്രോൺ റിലീസ് ചെയ്യണം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 കൂടും, അതുപോലെ തന്നെ മാസ് നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല. ഇനി ഒരു പോസിട്രോൺ എമിഷൻ നടക്കുകയാണ്. പോസിട്രോൺ എമിഷൻ നടക്കുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 1 കുറയും, മാസ് നമ്പർ ഒരു ചേഞ്ചും ഇല്ല. ഇനി ആൽഫ ബീറ്റ ഗാമ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും ഒരു ചേഞ്ചും ഇല്ല. ഗാമ പാർട്ടിക്കിളിന് ചാർജും ഇല്ല, മാസും ഇല്ല. അങ്ങനത്തെ ഒരു പാർട്ടിക്കിളാണ് ഗാമ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾ ആരുടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഫൈനൽ മാസ് നമ്പർ ഉണ്ടല്ലോ, അത് ഇനിഷ്യൽ മാസ് നമ്പറിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ കിട്ടും. ഇനി സൈമിൾട്ടേനിയസ് ആയിട്ട് ആൽഫ ഡിക്കെയും ബീറ്റ ഡിക്കെയും നടന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 × നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ മൈനസ് Z പ്ലസ് Z ഡാഷ് പുതിയ അറ്റോമിക് നമ്പർ, Z പഴയ അറ്റോമിക് നമ്പറുമാണ്. ഓക്കെ,
ഇനിയൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് A⁻m+n ആണ്. A⁻m/A⁻n എന്ന് പറയുന്നത് A⁻m-n ആണ്. ഇനി ലോ ഓഫ് റേഡിയേറ്റീവ് ഡിക്കേ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോ ഓഫ് റേഡിയേറ്റീവ് ഡിക്കേ. ഇതിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം dN/dt -λ/n ആണ്. dN/dt മീൻസ് റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ഡീകേ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് ടി ടൈമിന് ശേഷവും റിമൈനിങ് ആയിട്ടിരിക്കുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് എന്നാണ് n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഫോമിൽ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. n = n0e⁻λt എന്നൊരു ഇക്വേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇനി മീൻ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ടി ആവറേജ് അല്ലെങ്കിൽ ടി മീൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം 1/λ ആണ്. ഇനി ടി മീൻ എന്ന് പറയുന്നത് എന്താണ്, ടൈം എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ നമ്മൾ ടൈം എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിച്ചോ. ടൈം 0 ആണെങ്കിൽ റിമൈനിങ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഈക്വൽ ആയിരിക്കില്ലേ. അതായത് റിയാക്ഷൻ ഒന്നും തുടങ്ങിയില്ല. ഇനി ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, അതായത് കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ റിമൈനിങ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി ടൈം എന്ന് പറയുന്നത് ടി മീൻ ആണെങ്കിൽ റിമൈനിങ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ n0/8 ആണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന, അതായത് n0 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതെന്ന് പറയുന്നത് അതിൻ്റെ 37% റിമൈനിങ് ഉള്ളത്. അപ്പോൾ 63% ഡീകേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടി മീൻ വരുമ്പോൾ, അതായത് 1/λ വരുമ്പോൾ n = n0/8, അതായത് n = 37% n0, അതായത് ഡീകേ റിമൈനിങ് ഉള്ളത് 37% n0 വരാം. ഡീകേ ചെയ്തത് 63% ഡീകേ ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു റിലേഷനാണ് m = m0e⁻λt. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/λ, ആ റിലേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ് ഒരു ഇക്വേഷനാണ് n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. m = m0e⁻λt, n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ λ. പിന്നെ ടൈം പീരീഡ് T⁻2 = 0.693/λ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം T⁻2ഉം ലാംഡയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. T⁻2ൻ്റെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് T⁻⁻1.44 ആണ്. അപ്പോൾ എന്താണ് ഒന്നുകൂടി ഇക്വേഷൻ പറഞ്ഞാണ് m = m0e⁻λt, n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ, പിന്നെ T⁻2 = 0.693/λ, പിന്നെ T⁻1.44 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 1/0.693 എന്ന് പറയുന്നത് 1.44 ആണ്. 1/0.693 എന്ന് പറയുന്നത് 1.44 ആണ്. ഓക്കെ, ഇനി ടി മീൻ എന്ന് പറയുന്നത് എല്ലാ ആറ്റത്തിൻ്റെയും ലൈഫിൻ്റെ സം ബൈ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സം ഓഫ് ലൈഫ് ഓഫ് ആൾ ആറ്റം ബൈ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇനി ഒരു മാസ് ഓഫ് എൻ എലമെൻറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് m1:m2 ആണെന്ന് വിചാരിച്ചു. ആ എലമെൻസിൻ്റെ റിലേറ്റീവ് അബണ്ടൻറ്റ് റേഷ്യോ n1:n2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു എലമെൻറ്റിൻ്റെ റേഷ്യോ മാസ് എന്ന് പറയുന്നത് m1n1 + m2n2/n1 + n2 ആണ്. ഇനി ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഡീകേ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എഫക്റ്റീവ് എന്ന് പറയുന്നത് λ1 + λ2 ആയിരിക്കും. പിന്നെ ടി മീൻ എന്ന് പറയുന്നത് അതായത് ടൈം T⁻2 എന്ന് പറയുന്നത് T1 T2/T1 + T2 ആയിരിക്കും. ഇനി ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ആണ്. അതായത് നമ്പർ ഓഫ് ഡിസൻറ്റിഗ്രേഷൻ പെർ ടൈം, നമ്പർ ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ബൈ ടൈം ആണ്. ഇതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് dN/dt ആണ്, = λ × n ആണ്. അപ്പോൾ A = A0e⁻λt ആണ്. A0 ഇനിഷ്യൽ ആക്ടിവിറ്റി ആണ്. ഇത് ടി ടൈം, A എന്ന് പറയുന്നത് ടി ടൈമിന് ശേഷമുള്ള ആക്ടിവിറ്റി ആണ്. അപ്പോൾ A0 എന്ന് പറയുന്നത് n0 × λ ആണ്. n0 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, λ എന്ന ഡീകേ കോൺസ്റ്റൻറ്റ്. പിന്നെ I = I0e⁻μ × t എന്നൊരു ഇക്വേഷനാണ്. ടി എന്ന് പറയുന്നത് തിക്നെസ് ആണ്. അതത്ര കുഴപ്പമില്ല, ഇമ്പോർട്ടൻ്റ് ഉള്ള ഇക്വേഷനാണ്. ഇനി നമ്പർ ഓഫ് T⁻2 ചോദിച്ചാൽ ടോട്ടൽ ടൈമിന് നമ്മൾ T⁻2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് T⁻2 കിട്ടും. പിന്നെ അൺഡീകേ ആയിരിക്കുന്നതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺഡീകേ ആയിട്ടിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന നമ്പർ ഓഫ് ന്യൂക്ലിയർ അൺഡീകേ ആയിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് n/n0 = 1/2n, അല്ലെങ്കിൽ n/n0 = 1/2n, അല്ലെങ്കിൽ m/m0 = 1/2n, അല്ലെങ്കിൽ a/a0 = 1/2n. അപ്പം ഇതിൽ 1ൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എത്ര ഡീകേ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പം 1 - n/n0 എന്ന് പറയുന്ന ഡീകേ ആയതിൻ്റെ എത്ര, അല്ലെങ്കിൽ 1 - 1/2n ഡീകേ ആയതിൻ്റെത് കിട്ടും. അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയറുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.